ഹലോ എവ്രിവൺ, ഒരു കേക്ക് ബേക്ക് ചെയ്താലോ? ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. 250 ഗ്രാം ഷുഗറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ സെയിം കപ്പിൽ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റൗവിൽ വെച്ച് നമുക്ക് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. 125 ഗ്രാം പഞ്ചസാര നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായിട്ടൊരു ബേക്കിംഗ് പാൻ എടുത്ത് അതിൽ കുറച്ച് ഓയിലോ ബട്ടറോ തേച്ച് നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൽ വെക്കാനുള്ള ബട്ടർ പേപ്പർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി എക്സ്ട്രാസൊക്കെ നമുക്ക് വെട്ടിക്കളയാം. അങ്ങനെ പാനിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മദർ ഇൻ ലോൻ്റെ റെസിപ്പിയാണ്. അടുത്തതായി നമുക്ക് കേക്കിനുള്ള ഓൾ പർപ്പസ് ഫ്ലവർ ഇല്ലെങ്കിൽ മൈദ എടുക്കുക. 250 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പൊടികൾ നമുക്ക് നന്നായി അരിച്ചെടുക്കാം. ഒരു 2-3 തവണ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട്. പൊടി നല്ല നൈസായിട്ട് വരാനാണ് അരിച്ചെടുക്കുന്നത്. തരികൾ ഒട്ടും പാടില്ല. നമുക്കൊരു പാത്രം പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് കേക്കിനുള്ള ബേറ്റർ റെഡിയാക്കി എടുക്കാം. 200 ml ചൂടാക്കി തണുപ്പിച്ച പാലും 200 ml സൺഫ്ലവർ ഓയിലും കൂടെ മാറ്റി വെക്കുന്നുണ്ട്. 4 മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഒരു ബീറ്റർ വെച്ച് മുട്ടയുടെ വെള്ള മാത്രം നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അതിങ്ങനെ പതഞ്ഞു വരണം. മാറ്റിവെച്ച മുട്ടയുടെ മഞ്ഞ കരുവിലേക്ക് 1 ടേബിൾ സ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചായി നമുക്ക് മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പൊടിച്ചു വെച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരുമിച്ചല്ല. പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേറ്ററിലേക്ക് 200 ml പാല് ചേർത്ത് കൊടുക്കുക. പാച്ചുല വെച്ച് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരൊറ്റ ഡയറക്ഷനിലാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. ബീറ്റർ വെച്ച് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. 200 ml സൺഫ്ലവർ ഓയിലിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ബീറ്റ് ചെയ്ത് വെച്ച ബേറ്റർ ചേർത്ത് കൊടുക്കുക. എണ്ണയും കേക്കിൻ്റെ ബേറ്ററും കൂടെ നന്നായി സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിശ്രിതം നമുക്ക് കേക്കിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ വിനേഗറും കൂടെ ആഡ് ചെയ്യുക. എണ്ണയും വിനേഗറും കൂടെ ചേർത്താൽ പിന്നെ നമ്മൾ ബീറ്റർ യൂസ് ചെയ്യൂല. സ്പാച്ചുല വെച്ച് നന്നായി ഫോൾഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മളെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. കേക്ക് മിക്സ് നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് റിമൂവ് ചെയ്യാനായിട്ട് പാൻ നമുക്ക് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒട്ടും പാടില്ല. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ലിഡ് ക്ലോസ് ചെയ്ത് അതിൻ്റെ മേലൊരു വെയിറ്റും കൂടെ വെച്ചിട്ടുണ്ട്. 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് കേക്ക് ബേക്കായി വരട്ടെ. ഫ്രോസ്റ്റിംഗ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.